മോർണിംഗ് ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. വെൽക്കം ടു അമലി ക്രിയേറ്റ്സ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. രാവിലെ തന്നെ എണീറ്റപ്പോൾ കിട്ടിയ പണിയാണ് വീട്ടിലെ പണി. മുട്ടയും ഗ്രീൻ പീസും കറി വെക്കാൻ പറഞ്ഞു. കറി ആവണ ഗ്യാപ്പിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ വീട്ടിലെ മെയിൻ താരങ്ങൾ. ഈ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അല്ല, ഇത് തല്ല് പിടിക്കാനുള്ള പുറപ്പാടാണ്. ഇതാണ് ഉച്ചയ്ക്കത്തെ കറി. അപ്പം കറി റെഡി. ഇനി പപ്പയും അമ്മയും എൻ്റെ അനിയത്തി സ്കൂളിൽ പോകുന്ന രംഗത്തിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ മുട്ട ദോശ. ഈ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് സജഷനാണ്. ചെറുപയർ മുട്ട ദോശ. ചെറുപയർ ഒഴിച്ച് സാധാ പോലെ പരത്തിയിട്ട് അതിന് മുകളിൽ മുട്ട ഓംലേറ്റ് ഒഴിച്ചാൽ മതി. ചെറുപയർ ദോശ റെഡി. കൂടെ കുറച്ച് നെയ്യ് വിടാം. സെറ്റ് സാധനം. ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചെറുപയർ ദോശയും പേരയ്ക്കും. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കാണുമെന്ന് നിർബന്ധം. ഞാനിപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ച് പണിയെടുത്തു. ഒരു 10 മിനിറ്റ് ഫ്രീ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊരു പടം വരച്ചാൽ തീർക്കാനുണ്ട്. അത് തീർത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ നൈസായിട്ട് ക്യാൻ ദിസ് ലവ് ബി ട്രാൻസ്ലേറ്റഡ് എന്ന് പറഞ്ഞൊരു കൊറിയൻ വെബ് സീരീസ് കാണുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ കൊറിയൻ വെബ് സീരീസ് കാണാറുണ്ട്? എനിക്ക് കൊറിയൻ വെബ് സീരീസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട് പടം വരച്ച് തീർത്തു. ഇന്നത്തെ സമയം 1:10. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിനായിട്ട് ഇന്ന് ചോറ്, കണ്ണിമാങ്ങ ചമ്മന്തി, പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കൂട്ടത്തിൽ. കണ്ണിമാങ്ങ ചമ്മന്തി അമ്മ ഉണ്ടാക്കിയത് കിടിലനായിരുന്നു. അത് രണ്ടും കൂട്ടിക്കൊഴിച്ച് കഴിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ സാറേ. ഇനി ഞാൻ എൻ്റെ പടം വരച്ച് തീർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 മണിക്ക് അങ്ങനെ പണി ചെയ്തുകൊണ്ട് ചായ കുടിച്ചു. പിന്നെ ഒരു 6 മണിയായപ്പോൾ പണി നിർത്തി വെച്ചു. അത് കഴിഞ്ഞാലാണ് വീട്ടിൽ ഒറിജിനൽ പണി തുടങ്ങുന്നത്. ആദ്യം തന്നെ ചെടിക്ക് വെള്ളമൊഴിക്കണം. വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുണി മടക്കണം. പിന്നെ നാളെ രാവിലത്തേക്കുള്ള കറിക്ക് അരിഞ്ഞു വെച്ചു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായി. ഇതെൻ്റെ വീട്ടിൽ നിർബന്ധം, അല്ലെങ്കിൽ അമ്മ അടിച്ചോടിക്കും. രാത്രിക്ക് വേണ്ടി അമ്മ മീൻ ബീരി ഉണ്ടാക്കി. അതും ചോറുമായിരുന്നു ഇന്ന് ഡിന്നറിനായിട്ട് കഴിച്ചത്. അതിൻ്റെ കൂടെ TV. ഓഫീസിലെ കുറച്ച് പണി പെൻഡിങ് ആയിരുന്നേ. വെബ് സീരീസ് കണ്ടുകൊണ്ട് ആ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ കിടന്നുറങ്ങേണ്ട സമയം. അപ്പോൾ ബൈ.